എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 56-ാമത്തെ സർഗത്തിൽ 7-ാമത്തെ ശ്ലോകം മുതൽ 12-ാമത്തെ ശ്ലോകം വരെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു, വിശ്വാമിത്രനും വസിഷ്ഠനും തമ്മിലുള്ളതായ യുദ്ധം കൊടുമ്പിരി കൊണ്ടു നിൽക്കുകയാണ്. ആ സമയത്ത് താൻ തപസ്സുകൊണ്ട് നേടിയെടുത്തതായിട്ടുള്ള വളരെയധികം ആയുധങ്ങൾ, അസ്ത്രങ്ങൾ, വേലുകൾ ഇതൊക്കെ വിശ്വാമിത്രൻ വസിഷ്ഠൻ്റെ നേർക്ക് പ്രയോഗിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയത്. ഇന്ന് പറയുന്ന ശ്ലോകങ്ങളിലൊക്കെ പലതരത്തിലുള്ള ആയുധങ്ങളുടെ പേര് മാത്രമേ ഉള്ളൂ. നമുക്ക് 7-ാമത്തെ ശ്ലോകം നോക്കാം. കഴിഞ്ഞ ദിവസം തന്നെ തുടങ്ങിയിരുന്നു, രൗദ്രം, ഐന്ദ്രം, പാശുപതം തുടങ്ങിയിട്ടുള്ള അസ്ത്രങ്ങളൊക്കെ പ്രയോഗിച്ചു എന്നുള്ളത്. ഇന്നത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. മാനവം മോഹനം ചൈവ ഗാന്ധർവം സ്വാപനം തഥാ ജൃംഭണം മാദനം ചൈവ സന്താപന വിലാപനേ. ഇതൊക്കെ ഓരോ തരം അസ്ത്രങ്ങളുടെ പേരാണ്. മാനവം എന്നു പേരുള്ളൊരസ്ത്രം മനുവുമായിട്ട് ബന്ധപ്പെട്ട അസ്ത്രമാവണം. രൗദ്രം, ഐന്ദ്രം എന്നൊക്കെ പറയണത് പോലെ തന്നെ മാനവം. മോഹനം എന്ന് പറഞ്ഞാൽ മോഹിപ്പിക്കുന്നത്, ബോധം കെടുത്തുന്നത്, അങ്ങനെയുള്ള അസ്ത്രം. ഗാന്ധർവം, ഗന്ധർവന്മാരുമായിട്ട് ബന്ധപ്പെട്ട അസ്ത്രം. സ്വാപനം എന്ന് പറഞ്ഞാൽ ഉറക്കിക്കളയുന്നത്. ആ അസ്ത്രം ആരുടെ മേലാണോ കൊള്ളുന്നത് അവർ ഉറങ്ങിപ്പോകും, അങ്ങനത്തെ അസ്ത്രം. ജൃംഭണം എന്ന് പറഞ്ഞാൽ കോട്ടുവായ ഇടിക്കുക, അങ്ങനെയും പറയാം. ജൃംഭകം അല്ലെങ്കിൽ ജൃംഭണം എന്നൊക്കെ പറഞ്ഞാൽ കോട്ടുവായ ഇടുക എന്നാണ് അർത്ഥം. അങ്ങനെ ക്ഷീണം വരുത്തുന്നതായിട്ടുള്ള അസ്ത്രം. മറ്റൊന്ന് മാദനം എന്ന് പറഞ്ഞാൽ മതിപ്പിക്കുന്നത്, മതോന്മത്തരാക്കുന്നത്, ശരിക്കുള്ള അറിവ് അല്ലെങ്കിൽ ബോധമില്ലാതെയാക്കുന്നത്, ഭ്രാന്തിൻ്റെ വക്കിലെത്തിക്കുന്നതായിട്ടുള്ള അസ്ത്രം. സന്താപന വിലാപനങ്ങൾ, അത് രണ്ടും ഒരുമിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സന്താപനം എന്ന് വെച്ചാൽ വിഷമിപ്പിക്കുന്ന, കരയിപ്പിക്കുന്ന അസ്ത്രങ്ങൾ. വിലാപനം എന്ന് പറഞ്ഞാൽ ഉറക്കെ കരയുക, മറ്റത് ദുഃഖിപ്പിക്കുക. വിലാപനം അല്ലെങ്കിൽ വിലപിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഉറക്കെ ശബ്ദമെടുത്തുകൊണ്ട് കരയിക്കുന്നതായിട്ടുള്ള അസ്ത്രങ്ങൾ. ഇതൊക്കെ പ്രയോഗിച്ചു. ഇനി 8-ാമത്തെ ശ്ലോകം നോക്കാം. ശോഷണം ധാരണം ചൈവ വജ്രമസ്ത്രം സുദുർജയം ബ്രഹ്മപാശം കാലപാശം വാരുണം പാശമേവ ച. ശോഷണം എന്ന് പറഞ്ഞാൽ ഉണക്കിക്കളയുന്നതായ, അഗ്നിയുടെയൊക്കെ സ്വഭാവമുള്ളതായിട്ടുള്ള ഒരു അസ്ത്രമാണ് ശോഷണം. ധാരണം എന്ന് പറഞ്ഞാൽ പിളർക്കുന്ന, ശരീരം മുഴുവനും മുറിച്ചിടുന്നതായിട്ടുള്ള അസ്ത്രം ധാരണം. അതോടൊപ്പം തന്നെ വജ്രം, ഏറ്റവും കടുപ്പമുള്ളതായ, പ്രയോഗിച്ചാൽ തീർച്ചയായിട്ടും ആരുടെ നേർക്കാണോ പ്രയോഗിക്കുന്നത് ആള് ഈ വജ്രം എന്ന് പേരുള്ള അസ്ത്രത്തിൻ്റെ പ്രയോഗം കൊണ്ട് മരിച്ചു പോകുന്ന അത്രയ്ക്ക് ശക്തമായിട്ടുള്ള ഒരസ്ത്രം. മറ്റൊന്നിൻ്റെ പേരാണ് സുദുർജയം. ആ അസ്ത്രം പ്രയോഗിച്ചാൽ അതിനെ തോൽപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. സുദുർജയം. ബ്രഹ്മപാശം, കാലപാശം, വാരുണം പാശം, ഇതൊക്കെ കയറ് പോലെയുള്ളതാണ്. ബ്രഹ്മപാശമായാലും കാലപാശമായാലും വരുണപാശമായാലും ചുറ്റി വരിയുന്ന തരത്തിലുള്ള ആയുധങ്ങളാണ്. ആദ്യം അസ്ത്രങ്ങളാണ് പ്രയോഗിച്ചത്, അതിനുശേഷം ചുറ്റി വരിയുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള ആയുധങ്ങൾ. അതിൽ പേരെടുത്ത് പറയണത് ബ്രഹ്മപാശം. കാലപാശം എന്ന് പറയുന്നത് കാലൻ്റെ കയ്യിലുള്ളതായ ഒരു തരം ചുറ്റി വരിയുന്ന കയറാണ്. വരുണപാശം എന്നുള്ളത് വളരെ പ്രസിദ്ധമാണ്. വരുണപാശങ്ങളെ കൊണ്ട് കെട്ടിയിട്ടു പലരെയും. നമുക്കറിയാം, മഹാബലിയെ ദാനം ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ വാമനൻ ഉദ്ദേശിച്ച പോലെ 3 അടി മണ്ണ് കൊടുത്തില്ല എന്ന് പറഞ്ഞപ്പോൾ വരുണപാശങ്ങളെ കൊണ്ട് മഹാബലിയെ കെട്ടി ഇട്ടതായിട്ടുള്ള കഥ നമ്മൾ ഭാഗവതത്തിലും നാരായണീയത്തിലും ഒക്കെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പലതരത്തിലുള്ളതായ ആയുധങ്ങളാണ് വിശ്വാമിത്രൻ വസിഷ്ഠൻ്റെ നേർക്ക് പറഞ്ഞയക്കുക അല്ലെങ്കിൽ ഏൽപ്പിച്ച് പ്രഹരിച്ചു കൊണ്ടിരിക്കുന്നത്. അടുത്തത് പിനാകമസ്ത്രം ദയിതം ശുഷ്കാർദ്രേ അശനീ തഥാ ദണ്ഡാസ്ത്രമഥ പൈശാചം ക്രൗഞ്ചമസ്ത്രം തഥൈവ ച. പിനാകം അസ്ത്രം. പിനാകം എന്ന് പറഞ്ഞാൽ പിനാക സംബന്ധിയാണ്. പിനാകിയുമായിട്ട് ബന്ധപ്പെട്ടത്, അതായത് ശിവനുമായിട്ട് ബന്ധപ്പെട്ട അസ്ത്രം. ദയിതം എന്നുള്ളത് പിനാകാസ്ത്രത്തിൻ്റെ വിശേഷണമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ടതായ, വളരെ എളുപ്പം പ്രയോഗിക്കാവുന്നതായിട്ടുള്ള പിനാകം എന്നു പേരുള്ള അസ്ത്രം പ്രയോഗിച്ചു. ശുഷ്കാർദ്രങ്ങളായിട്ടുള്ള അസ്ത്രങ്ങൾ,
ശുഷ്കം എന്ന് പറഞ്ഞാൽ ഉണക്കിക്കളയുന്നത്, ആർദ്രം എന്ന് പറഞ്ഞാൽ നനയ്ക്കുന്നത്. ഈ അസ്ത്രം പ്രയോഗിച്ചാൽ ഉണങ്ങിപ്പോവും, മറ്റൊന്ന് പ്രയോഗിച്ചാൽ മഴ പെയ്ത പോലെ നനവുള്ളതായിത്തീരും. അങ്ങനെയുള്ള അസ്ത്രങ്ങൾ പ്രയോഗിച്ചു. അശനീ തഥാ, അശനി എന്ന് പറഞ്ഞാൽ ഇടിമിന്നൽ പോലെ മിന്നിമറയുകയും അതിശക്തമായിട്ടുള്ള പ്രഹരമേൽപ്പിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ആയുധം പ്രയോഗിച്ചു. അടുത്തത് ദണ്ഡാസ്ത്രം. അത് ദണ്ഡ് പോലെയുള്ളതായ ശക്തമായ, അതായത് അസ്ത്രത്തിൻ്റെ സ്വഭാവവും ദണ്ഡിൻ്റെ സ്വഭാവവും ഒരുമിച്ചുള്ളതായിട്ടുള്ള ഒരസ്ത്രം. പൈശാചം, അതൊക്കെ അതിൻ്റെ പേരാണ്. പിശാച സംബന്ധിയായിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ പൈശാചമസ്ത്രം, രൗദ്രം, ഗാന്ധർവം എന്നൊക്കെ പറയുന്നത് പോലെ പൈശാചം. ക്രൗഞ്ചം, ക്രൗഞ്ചം എന്നു പേരുള്ള അസ്ത്രം. ക്രൗഞ്ചം എന്നുള്ള പേര് ക്രൗഞ്ചഹ എന്നുള്ളത് കൊണ്ട് രാക്ഷസന്മാരെന്നുള്ള അർത്ഥമുണ്ട്. അതുപോലെ സുബ്രഹ്മണ്യൻ എന്നുള്ള അർത്ഥമൊക്കെ ഉണ്ട് അത്രേ. ഏതായാലും ഇവിടെ ആരുടെ പേരായാലും അതൊക്കെ ഓരോ അസ്ത്രങ്ങൾക്ക് ഇട്ടുകൊടുത്തിരിക്കുകയാണ്. അങ്ങനെ ഒരു അസ്ത്രം പ്രയോഗിച്ചു. തഥൈവച, മാത്രമല്ല 10ാമത്തെ ശ്ലോകം നോക്കാം. ധർമ്മചക്രം കാലചക്രം വിഷ്ണുചക്രം തഥൈവച വായവ്യം മഥനം ചൈവ അസ്ത്രം ഹയശിരസ്തഥാ. ഇനി പലതരത്തിലുള്ള ചക്രങ്ങളാണ്. നമ്മൾ ഏറ്റവും അധികം കേട്ടിട്ടുള്ള ചക്രം എന്ന് പറയുന്നത് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ കയ്യിലിരിക്കുന്നതായ സുദർശന ചക്രത്തിനെ പറ്റിയിട്ടാണ്. അതല്ലാതെയും വേറെ ചില ചക്രങ്ങളുണ്ട്. ധർമ്മചക്രം, കാലചക്രം, വിഷ്ണു ചക്രം തുടങ്ങിയിട്ടുള്ളതായ ചക്രങ്ങൾ. അത് വളരെ കൂർത്ത നല്ല മൂർച്ചയുള്ളതായ അറ്റങ്ങളോട് കൂടിയതാണ്. അത് ആരുടെ മേലാണോ പ്രഹരിക്കുന്നത് അവരുടെ ശരീരം മുറിഞ്ഞു പോകുന്നതായിട്ടുള്ള അങ്ങനെയുള്ള ആയുധങ്ങൾ പ്രയോഗിച്ചു. ഇനി വായവ്യം, മഥനം, ഹയശിരഹ എന്നൊക്കെ പേരുള്ളതായ അസ്ത്രങ്ങൾ പ്രയോഗിച്ചു. വായവ്യം എന്ന് പറഞ്ഞാൽ വായുദേവ സംബന്ധിയായിട്ടുള്ള അസ്ത്രം. മഥനം എന്നു പേരുള്ള മറ്റൊരസ്ത്രം. ഹയശിരഹ, ഹയശിരസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുൻഭാഗം അല്ലെങ്കിൽ അതിൻ്റെ പുറകുഭാഗം ഒരു കുതിരയുടെ ശിരസിനോട് ഉപമിക്കാവുന്ന രീതിയിൽ വച്ചു പിടിപ്പിച്ചിട്ടുള്ളതായ അസ്ത്രം. പിൻഭാഗത്താവാൻ തന്നെയാണ് സാധ്യത. മുൻഭാഗത്ത് കൂർത്ത അറ്റമായിരിക്കും, അതാണ് ചെന്ന് തറയ്ക്കുക. അതിൻ്റെ പിൻഭാഗം ചിലപ്പോൾ തൂവലുകൾ അല്ലെങ്കിൽ മരക്കഷ്ണം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ലോഹത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ വയ്ക്കാറുണ്ട്. ഇവിടെ ആ മരമായാലും ലോഹത്തിൻ്റെ കഷ്ണമൊക്കെ ആയാലും അതിൻ്റെ ഒരു രൂപം എന്ന് പറയുന്നത് കുതിരയുടെ തല പോലെയാണ്. അങ്ങനെയുള്ള ചില അസ്ത്രങ്ങളൊക്കെ പ്രയോഗിക്കുകയുണ്ടായി. പിന്നെന്താണ് പ്രയോഗിച്ചത്? അതാണ് 11ാമത്തെ ശ്ലോകത്തിൽ പറയണത്. ശക്തിദ്വയം ചചിക്ഷേപ കങ്കാളം മുസലം തഥാ വൈദ്യാധരം മഹാസ്ത്രം ച കാലാസ്ത്രമഥ ദാരുണം. 12 കൂടി ചൊല്ലാം. ത്രിശൂലമസ്ത്രം ഘോരം ച കാപാലമഥ കങ്കണം ഏതാന്യസ്ത്രാണി ചിക്ഷേപ സർവാണി രഘുനന്ദന. ഇതോടൊപ്പം 2 ശക്തികൾ, ശക്തി എന്നുള്ളത് കൊണ്ട് വേല്, ഈ എറിഞ്ഞ് കൊല്ലുന്നത്, ജാവലിൻ പോലത്തെ കുന്തം പോലെയുള്ള സാധനങ്ങൾ, അത് 2 പ്രയോഗിച്ചത്. ശക്തിദ്വയം ഏതൊക്കെയാണ്? കങ്കാളമെന്നും മുസലമെന്നും പേരുള്ളതായ 2 വേലുകൾ, അവ രണ്ടും പ്രയോഗിക്കേണ്ടായി. വിശ്വാമിത്രൻ വസിഷ്ഠൻ്റെ നേർക്ക് 2 വേലും പ്രയോഗിച്ചു. പിന്നെ വൈദ്യാധരം, വിദ്യാധര സംബന്ധിയായിട്ടുള്ള ഒരു അസ്ത്രം പ്രയോഗിച്ചു. കാലസംബന്ധിയായിട്ടുള്ള കാലാസ്ത്രം എന്നു പേരുള്ള ഏറ്റവും പേടിപ്പിക്കുന്ന ദാരുണമായ, അതായത് അത് പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മരണം ഉറപ്പാണ്, അങ്ങനത്തെ ഒരു അസ്ത്രപ്രയോഗവും വിശ്വാമിത്രൻ നടത്തുണ്ടായി. അപ്പം പലതരത്തിലുള്ള ആയുധങ്ങളുണ്ട് ഇവിടെ. പാശങ്ങളുണ്ട്, ചക്രങ്ങളുണ്ട്, അതുപോലെ തന്നെ ശക്തികളുണ്ട്, അസ്ത്രങ്ങളുണ്ട്. ഇതൊക്കെ പ്രയോഗിച്ചു എന്ന് വളരെ വ്യക്തമായിട്ട് മിക്ക ആയുധങ്ങളുടെ പേരിൻ്റെ കൂടെയും അതതിൻ്റെ പേരുകൾ, അതായത് എന്തിനായിട്ട് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവം എന്താ, ഏത് തരം ആയുധമാണ്, അസ്ത്രമാണോ ചക്രമാണോ വേലാണോ എന്നുള്ളതൊക്കെ കൂട്ടി പരമാവധി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പലതരത്തിലുള്ളതും പ്രയോഗിച്ചു. അവസാനം എന്തുകൂടി പ്രയോഗിച്ചു? ത്രിശൂലമസ്ത്രം ഘോരം ച കാപാലമഥ കങ്കണം. ഇതൊക്കെ ചില അസ്ത്രങ്ങളുടെ പേരാണ്. ത്രിശൂലം എന്നു പേരുള്ള അസ്ത്രം പ്രയോഗിച്ചു. ഘോരം എന്നു പേരുള്ള അല്ലെങ്കിൽ ഘോരമായിട്ടുള്ള ത്രിശൂലമസ്ത്രം പ്രയോഗിച്ചു. കാപാലം എന്നു പേരുള്ള ഒരസ്ത്രം പ്രയോഗിച്ചു. കങ്കണം എന്നു പേരുള്ള ഒരസ്ത്രവും പ്രയോഗിച്ചു. അങ്ങനെ എത്ര തരത്തിലുള്ളതായ അസ്ത്രങ്ങളാണ് വിശ്വാമിത്രൻ വസിഷ്ഠൻ്റെ നേർക്ക് പ്രയോഗിച്ചത്. നോക്കൂ എന്തൊക്കെ പേരുകളാണ്. ഓരോ അസ്ത്രങ്ങൾക്കും ഓരോ പേരുകളുണ്ടായിരുന്നു എന്നുള്ളത് ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതാന്യസ്ത്രാണി ചിക്ഷേപ, ഏതാനി സർവാണി അസ്ത്രാണി ഹേ രഘുനന്ദന വിശ്വാമിത്ര ചിക്ഷേപ. അല്ലയോ
രാഘവ, രഘുനന്ദന, ശ്രീരാമ, ഇത്രയും അസ്ത്രങ്ങൾ വിശ്വാമിത്രൻ വസിഷ്ഠൻ്റെ നേർക്ക് തൊടുത്തു വിടുകയുണ്ടായി. അസ്ത്രങ്ങൾ എന്നുള്ളത് കൊണ്ട് കേവലം അസ്ത്രങ്ങളല്ല, പലതരത്തിലുള്ള ആയുധങ്ങളും പ്രയോഗിച്ചു എന്നാണ് പറയണത്. യുദ്ധം കഴിഞ്ഞിട്ടില്ല. അടുത്ത ദിവസത്തെ ശ്ലോകങ്ങളിൽ അതിൻ്റെ തുടർച്ച കാണാം. ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. മാനവം മോഹനം ചൈവ ഗാന്ധർവം സ്വാപനം തഥാ ജൃംഭണം മാദനം ചൈവ സന്താപന വിലാപനേ ശോഷണം ധാരണം ചൈവ വജ്രമസ്ത്രം സുദുർജയം ബ്രഹ്മപാശം കാലപാശം വാരുണം പാശമേവ ച പിനാകമസ്ത്രം ദയിതം ശുഷ്കാർദ്രേ അശനീ തഥാ ദണ്ഡാസ്ത്രമഥ പൈശാചം ക്രൗഞ്ചമസ്ത്രം തഥൈവ ച ധർമ്മചക്രം കാലചക്രം വിഷ്ണുചക്രം തഥൈവ ച വായവ്യം മഥനം ചൈവ അസ്ത്രം ഹയശിരസ്തഥാ ശക്തിദ്വയം ച ചിക്ഷേപ കങ്കാളം മുസലം തഥാ വൈദ്യാധരം മഹാസ്ത്രം ച കാലാസ്ത്രമഥ ദാരുണം ത്രിശൂലമസ്ത്രം ഘോരം ച കാപാലമഥ കങ്കണം ഏതാന്യസ്ത്രാണി ചിക്ഷേപ സർവാണി രഘുനന്ദന. അങ്ങനെ പലതരത്തിലുള്ള ആയുധങ്ങളെ കൊണ്ട് വിശ്വാമിത്രൻ വസിഷ്ഠനെ പ്രഹരിച്ചു. ബാക്കി ശ്ലോകങ്ങൾ അടുത്ത ദിവസം നോക്കാം. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.